ഇതുപോലെ എഴുതിയാൽ മതി. ഓ, മരക്കണക്കെല്ലാം പഠിച്ചോ? ഓ പഠിച്ചു. മതി. வணக்கம் முதலாளி, கொஞ்சம் மரம் தேவைக்கு கொஞ்சம் கன்ஸ்ட்ரக்ஷனா கொடுங்க. இங்க வாங்கோ, இங்க பேசுங்கோ. சும்மாரியா, நாங்க முதலாளிகிட்ட பேசுறோம். ആരാടാ മുതലാളി? എന്തൊക്കെ പൈത്തിമാ? മുതലാളി അവനല്ല, ഞമ്മളാണ്. സോറി സാർ, മന്നിച്ചിരിക്കെ ശരിയാമ തൊഴിൽ കൊഞ്ചം മരം തേവേ. നിനക്ക് തരാനുള്ള മരം ഇവിടെ ഇല്ല, ഇറങ്ങി പോകാൻ. അല്ലേ 10,000 രൂപ ചെലവാക്കി ബിസിനസ് നടത്തുന്നത് നമ്മൾ. മുതലാളി വിളി കേൾക്കാൻ നീ നാളെ മുതൽ ഈ കുപ്പായോട്ട് നീ ഇവിടെ വരണ്ട, മനസ്സിലായ? കോയസാ കുട്ടേസാ ഇവിടെ വാ. നേരത്തെ നമ്മൾ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. കളസം ഒന്നും ഇട്ടുകൊണ്ട് വരണ്ട, ഇതേ കുപ്പായോട്ടുണ്ട് വന്നാ മതി. ആ പോ പോ പോ. ഇപ്പൊ അവിടെ ഇരുന്നു. എന്ത് വെയിറ്റ്! റെക്കോർഡ് തിരിച്ചു കൊണ്ടുവരുമ്പോ ഇതാണ് ബുദ്ധിമുട്ട്. ഒരു ഓട്ടോറിക്ഷ സൈക്കിൾ ഷോ കിട്ടിയ നന്നായിരുന്നു. ആവശ്യത്തിനൊന്നും കിട്ടില്ലല്ലോ. ഹായ്. ഹായ്. എന്നെ അറിയുമോ? ഓഫ് കോഴ്സ്. വീട്ടിലേക്കാണോ? അതെ. യു ആർ ഇൻ സെക്കൻഡ് ബി, ആം ഐ? Yes, that's right. ഫോർത്ത് റോയിലല്ലേ ഇരിക്കാറ്? അല്ല, ഫിഫ്ത് റോയിൽ. അപ്പോ കുട്ടി എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ബുക്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ബുക്സ്. പുസ്തകങ്ങൾ എനിക്ക് വെറുപ്പാണ്. ശരിയാണ്. ഈ പുസ്തകങ്ങൾ തൂക്കി നടക്കുന്ന ബോർഡുണ്ടല്ലോ. ഓ ഗോഡ്. എന്താ കലം? May I help you? ബുദ്ധിമുട്ടാവില്ല? No problem. ഇങ്ങ് തരൂ. സൈനു കൊടുത്തോളൂ. വേണ്ട സരിതേ. Come on സൈനു, he is a gentleman. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. It's okay, my pleasure. Give. My pleasure. Come on. Thank you. എങ്ങോട്ടാണാവോ? ഈ എഡ്യൂക്കേഷൻ സമ്പ്രദായമൊക്കെ മാറ്റണം അല്ലേ മിസ്റ്റർ ദിലീപ് കുമാർ? Just call me Dillu. Such a beautiful name. അല്ലേ സൈനു? ഇനി എത്ര ദൂരം നടക്കണം? കുറച്ചേ ഉള്ളൂ. Okay. ഹായ്. Bastards. എഡ്യൂക്കേഷൻ വളരെ റൊമാൻറ്റിക് ആയിരിക്കണം. Yes, I am coming. സ്റ്റുഡൻസ് ടേപ്പ് റെക്കോർഡറുമായി ക്ലാസ്സിൽ വരണം. പ്രൊഫസർ പറയുന്നതെല്ലാം ടേപ്പ് ചെയ്യണം. അത് കേട്ട് പഠിക്കണം. മിസ്റ്റർ ദിലീപ്, ഐ എം സോറി, ദില്ലിന്റെ അഭിപ്രായം എന്താ? Yes. ഒരു ദിവസം ഏതെങ്കിലും പ്രൊഫസർ വന്നില്ലെന്ന് വെക്കും, നമുക്ക് ക്ലാസ്സിലിരുന്ന് പാട്ട് കേൾക്കാം. വീട് വളരെ ദൂരെയാണോ? വളരെ അടുത്താണ്. It's okay, no problem. പാവമുണ്ട് സരിതേ, അയാൾ ആകെ ക്ഷീണിച്ചു. Excuse me, നമുക്ക് അല്പം റെസ്റ്റ് എടുക്കാം. Why not? മിസ്റ്റർ ദില്ലു അവിടെ ഇരുന്നുള്ളൂ. Oh, thank God. നല്ല സമയത്തിന് ഓട്ടോറിക്ഷ. താങ്ക് യു. സ്വല്പം നീങ്ങിയിരിക്കണേ. ഞാനിവിടെ വരുന്നുണ്ട്. അല്ല, പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ഇനിയും കഴിഞ്ഞില്ലേ? മതി പോ. പേടിയായിട്ട് വയ്യ. അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ല. ചെല്ല്. പോ. പോ ആശാനെ, പേടി വരുമ്പോ എന്നെ വിചാരിച്ചാ മതി. വെക്കോ. വോട്ട് യന്ത്രത്തിന് അപ്പീൽ ഹർജി കൊടുത്തിരിക്കുന്നു. വോട്ട് യന്ത്രം അപ്പീല ഹർജിയ. പടച്ചോനെ, ഈ ദിനപത്രം എടുത്ത് നോക്കിയ അവിഹിതോ അത്യാഹിതോ അല്ലാണ്ടില്ല. എന്തേ? പഠിപ്പിക്കാൻ വന്നതാ. ആരാ? ഞമ്മളെയാ? അല്ല, മോളെ
ഓ ഞമ്മളതങ്ങ് മറന്നുപോയി. സൈനവോ പഠിപ്പിക്കാൻ ആള് വന്നേക്കണ്. സൈനവോ ഇയാളാണോ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? എന്തേ? നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു പെണ്ണുമാഷ വെച്ചാ മതിയെന്ന്? പെണ്ണുമാഷ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടിയില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോന്ന്? ഇത്രയും വലിയൊരു ബാല്യക്കാരൻ ചെക്കന്റെ മുമ്പിൽ പൈസ വന്ന മോളെ എടുത്ത് പഠിപ്പിക്കണ? വാ മോള് കുത്തിയിരിക്കി, മാസ്വരിക്ക്, പഠിപ്പിക്ക്, പഠിക്ക്. പഠിപ്പിക്കണ്ടാന്ന് ഞമ്മളാ പറഞ്ഞു. പഠിപ്പിക്കണോന്ന് ഞമ്മളാണ് പറയണത്. വേണ്ടാന്ന്. വേണോന്ന്. പഠിപ്പിക്ക്, പഠിക്ക്, പഠിപ്പിക്ക്, പഠിക്ക്. വാ നമ്മക്ക് അകത്ത് പോവാ. ഏത് സബ്ജക്റ്റാ വീക്ക്? ഫിസിക്സും മാത്സും. കണക്കിൽ ഞാനും കുറച്ച് വീക്കാണ്. സാരല്ല, നമുക്ക് ശരിയാക്കാം. ദാ, ഈ കണക്കൊന്നും ചെയ്യൂ. എന്താ ഉമ്മ ഇത്? ഇങ്ങനെ ഇരുന്ന് പഠിച്ചാ മതിയെന്ന്. എന്താണ് ആമിനു ഇത്? ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ല പോർത്ത് അകത്ത് പോവാൻ. പഠിപ്പിച്ചോ മോള് പഠിച്ചോ. അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ നായരുടെ വീട്ടിലുണ്ട്. മനസ്സിലായ? നോട്ടം അത്ര ശരിയല്ലല്ലേ ഉമ്മ? പാല് കണ്ട പൂച്ചനെ പോലല്ലേ? ഒന്ന് മിണ്ടായിരിക്കും ഉമ്മ. വാപ്പാ ഞമ്മള് പോണ്. സോറി ഉമ്മ, അങ്ങനെയാ. പഴയകാലത്തെ സ്വഭാവങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്നും തോന്നരുത്. സാരില്ല, കണക്ക് ചെയ്യൂ. അനുരാഗമേ എൻ ജീവനിലുണരു, അനുരാഗമേ എൻ ജീവനിലുണരു, നിറദീപമായി നീ എൻ ഹൃദയത്തിൽ തെളിയൂ, നിറദീപമായി നീ എൻ ഹൃദയത്തിൽ തെളിയൂ, അനുരാഗമേ അനുരാഗമേ. രാവിലേകാന്തമെൻ മോഹമലരിൽ രാഗിണി നീ വരൂ പ്രേമ മധുവായി. ആ